നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കെ സാനു എഴുതിയ മനുഷ്യരെല്ലാം സോദരൻ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. കേരള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് മനുഷ്യരെല്ലാം സോദരർ എന്ന പാഠഭാഗത്ത് പരാമർശിക്കുന്നത്. മരുത്വ മലയിലെ ധ്യാനത്തിനു ശേഷം അവിടെ നിന്ന് അരുവിപ്പുറത്തേക്ക് പുറപ്പെട്ട ശ്രീനാരായണ ഗുരു അതിനിടയിൽ കുറച്ചു കാലം സാധാരണക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായി താമസിക്കുകയുണ്ടായി. മരുത്വ മലയിൽ കഴിയുന്ന കാലത്ത് ഗുരുവിനെ കണ്ട ചിലർ താഴ്വരയിലെത്തി വന്യമൃഗങ്ങൾക്കിടയിൽ ഒരു മഹായോഗിയായി തപസ് അനുഷ്ഠിക്കുന്നുണ്ടെന്ന് വാർത്ത പരത്തുകയുണ്ടായി. അതുകേട്ട ആളുകൾ നിവേദ്യവുമായി അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ ഒരു കൂട്ടർ ഗുരുവിനെ നിർബന്ധിച്ച് ശുചീന്ദ്രത്ത് കൊണ്ടുപോയിരുന്നു. പുഷ്പഹാരാദികൾ അണിയിച്ച് ആരാധിക്കുകയും ചെയ്തു. മനുഷ്യരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിവന്ന ഗുരു മനുഷ്യരിൽ നിന്ന് അകന്നു ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി. ഗുഹയിലെ ഏകാന്ത ജീവിതം വെളിപ്പെടുത്തി കൊടുത്ത സത്യമായിരിക്കണം ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ വർത്തിച്ചിരിക്കുക. സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച് ജീവിതത്തെ കുറെ കൂടി വ്യാപകമായും അഗാധമായും അദ്ദേഹം പഠിച്ചു. അദ്ദേഹം സ്വയം യത്നിച്ചതായിരിക്കണം. സ്വാമി പാവങ്ങളുടെ ഇടയിൽ ജീവിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു. മത്സ്യം പിടിക്കുന്ന മുക്കുവരെ ജോലിയിൽ സഹായിച്ചു. അവർ ധാരാളമായി മത്സ്യം പാചകം ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു. രാത്രികാലങ്ങളിൽ കടപ്പുറത്തെ വലയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. സ്വാമികൾ ചെന്ന് അവരുടെ വല തൊട്ടാൽ ധാരാളം മത്സ്യം ലഭിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. സാധാരണക്കാരുമായി ഇടപഴകി ജീവിച്ചതിന്റെ തെളിവ് മൂർക്കോത്തുകുമാരൻ അദ്ദേഹത്തിന് ലഭിച്ച ഒരെഴുത്തിൽ നിന്ന് ഉദ്ധരിക്കുകയുണ്ടായി. സ്വാമികൾ ത്യാഗിയായി തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ ആദരിച്ചത് തമിഴരും ചുരുക്കം ചില നായന്മാരും ആയിരുന്നു. ഈഴവരുടെ കൂട്ടത്തിൽ ഡോക്ടർ പൽപുവിന്റെ കുടുംബക്കാർ മാത്രമേ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നുള്ളൂ. മറ്റുള്ള ഈഴവർ ആദരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, നിന്ദിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ പൽപുവിന്റെ വീട്ടിൽ നിന്ന് പലപ്പോഴും അദ്ദേഹം ആഹാരവും കഴിച്ചിരുന്നു. നാടാന്മാരുടെയും ചാന്നാന്മാരുടെയും കൂടെ സഹവസിക്കുകയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സ്നേഹബഹുമാനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തിരുന്നു. മുസ്ലിങ്ങൾ ബിരിയാണിയും പുലാവും കോഴിക്കറിയും മറ്റുമുണ്ടാക്കി സ്വാമികൾക്ക് പലപ്പോഴും വിരുന്ന് നൽകുകയുമുണ്ടായി. ഒന്നിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പലപ്പോഴും സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. സരസകവി മുലൂർ സ്വാമി തന്നെ പറഞ്ഞ കാര്യങ്ങൾ കുറിച്ചു വച്ചിരുന്നു. മുക്കുവന്മാരെ മീൻ പിടിക്കാനുള്ള പൊങ്ങുതടികൾ കടലിൽ ഇറക്കാൻ സഹായിക്കാറുണ്ടായിരുന്ന സ്വാമി അതിനുശേഷം നടക്കാറുണ്ടായിരുന്നു. 30-40 നാഴിക വരെ നടന്നാലും കാലിന് വേദനയോ കഴപ്പോ ഒന്നും അനുഭവപ്പെടാറില്ലായിരുന്നു. താൻ മുസ്ലിങ്ങളുടെ കൂടെ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്ന വിവരവും ആ കുറിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്.